എല്ലാ മാന്യ കൂട്ടുകാർക്കും ആർജേസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി അച്ചാറാണ്. അതായത് കുഞ്ഞൻ ചാള കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെന്നാൽ കുഞ്ഞൻ ചാള, ഇതിനൊരു പാത്രം കുഞ്ഞൻ ചാള, അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറി മസാലപ്പൊടി എന്നിവ ചേർത്ത് പുരട്ടി വെച്ച ഒരു കൂട്ടാണ്. അതിനുശേഷം നമുക്ക് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി മുളക് പൊടി, അതായത് അച്ചാറുണ്ടാക്കാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലെടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി 1 തുട, ഇഞ്ചി, പച്ചമുളക് 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, അതുകൂടാതെ ഒരു ചെറിയ കഷ്ണം കായം, ഉലുവ. പിന്നെ നമുക്ക് എല്ലാത്തിലും സുപരിചിതമായി ചേർക്കുന്ന ഒരു കറിവേപ്പില. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം, ഒരു വലിപ്പത്തിലുള്ള നാടൻ പുളി, അതായത് വാളൻ പുളി. പിന്നെ ഉപ്പ് പാകത്തിന്. ഇനി നമുക്കത് വറുത്ത് കോരാം. മീൻ വറുക്കുന്നതിന് വേണ്ടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ എടുക്കാം, സൺഫ്ലവർ എടുക്കാം, ഇല്ല നല്ലെണ്ണ എടുക്കാം, ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. നല്ലെണ്ണയാകുമ്പോൾ കുറച്ചു കാലം കേടാവാതിരിക്കും. ഇനി നമുക്കതിൽ 2-3 ഇതൾ കറിവേപ്പില ഇട്ടു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറക്കുന്നതിന് വേണ്ടി ഇതിൽ കോരി ഇട്ടു കൊടുക്കാം. നമ്മുടെ ചിക്കൻ ചാള മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് വരുമാനം. വറുത്ത് കോരിയതിന് ശേഷം നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കും. അതിനുശേഷം നമുക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മതി. 20 ചാളയാണ് ഇവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് കോരിയതിൽ മഞ്ഞൾപ്പൊടി ഉണ്ട്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതി. അതിനുശേഷം നമുക്ക് ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതായത് 2 ടീസ്പൂൺ മുളക് പൊടി. അതിനുശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി. അതിനുശേഷം നമുക്ക് വാളൻ
വാളൻപുളി, അതായത് ഒരു ചെറിയ ഒരു കഷ്ണം, ഒരു ഉരുള പുളിയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ശേഷം കുറച്ച് കറിവേപ്പില, അവസാനം നമുക്ക് കുറച്ച് വിനീഗർ ചേർക്കും. കുറച്ച് വിനീഗർ മതി. അതിനുശേഷം ലേശം കായം, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ ഇതിൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞൻ ചാള അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആവശ്യാനുസരണം പുളിയും ഉപ്പും എല്ലാം ചേർത്ത് വേണം ഉണ്ടാക്കാനായിട്ട്. ചിലർക്ക് പുളി കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. വിനാഗിരി ആവശ്യത്തിന് ചേർക്കാം, കായം ആവശ്യത്തിന്. അപ്പോൾ ഇതിന്റെ രുചി നമുക്കൊന്ന് നോക്കാം. എല്ലാ ചേരുവകളും കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ഇതിൽ വെച്ചേക്കാം. പ്രേക്ഷകരെ, വാളൻപുളി ചേർക്കുന്നത് അധികകാലം ഇരിക്കുകയില്ല. അത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നമുക്ക് ബിസിനസ്സിന് വേണ്ടി വിനാഗിരി മാത്രമേ ഇതിൽ ചേർക്കാറുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യാനുസരണം നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.